എടാ നമ്മൾ ഇന്ന് നോക്കുന്നത് 10th പ്രിലിംസിൽ ആദ്യഘട്ടത്തിൽ ചോദിച്ച കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ എ ഭാരതപ്പുഴ, ബി പെരിയാർ, സി പമ്പ, ഡി ചാലിയാർ. അതിൽ ആൻസർ ആയിട്ട് ഏതാ വരുന്നത്? അത് പെരിയാറാണ് കേട്ടോ. ഏതാണ് ആൻസർ? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. പെരിയാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത് 244 കിലോമീറ്റർ ആണ്. 200 കിലോമീറ്ററിൽ കൂടുതൽ ഒഴുകുന്ന രണ്ട് നദികളാണ് കേരളത്തിലുള്ളത്. അത് ഒന്ന് പെരിയാറും രണ്ടാമത്തേത് ഭാരതപ്പുഴയുമാണ്. ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ശിവഗിരി മലയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആനമലയും പമ്പ പുളിച്ചിമലയിൽ നിന്നും ചാലിയാർ ഇളമ്പലേരിക്കുന്നിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഇനി പമ്പയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദിയാണ് പമ്പ. പമ്പയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 176 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ചാലിയാറിന്റെ നീളം എന്ന് പറയുന്നത് 169 കിലോമീറ്ററുമാണ് എന്നുള്ളത് ഓർത്തു വെക്കണേ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതിന്റെ പതനം എവിടെയാണ് എന്നുള്ളത്. എവിടെയാണ് പെരിയാറിന്റെ പതനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലിലാണ്. അതുപോലെ തന്നെ ഭാരതപ്പുഴ എവിടെ വെച്ചിട്ടാണ്? പൊന്നാനിയിൽ വെച്ചിട്ട് അറബിക്കടലിൽ ചേരുന്ന നദിയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. പമ്പ വേമ്പനാട്ട് കായലിൽ ആലപ്പുഴ ജില്ലയിൽ വെച്ചിട്ടാണ് പമ്പ വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ബേപ്പൂരിൽ വെച്ചിട്ട് അറബിക്കടലിൽ ചേരുന്ന നദിയാണ് ചാലിയാർ എന്ന് പറയുന്നത്.